നെന്മാറ കയറാടി കൈതച്ചിറയിൽ പുലിയെ പിടികൂടുവാനുള്ള കൂട് സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ.ജി. എൽദോയുടെ നേതൃത്വത്തിലാണ് ഡിഎഫ്ഒ ഓഫീസിൽ ചർച്ച നടത്തിയത്. കഴിഞ്ഞ രാത്രി വീണ്ടും 2 പുലികളുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നെന്മാറ ഡിഎഫ്ഒ ഓഫീസിൽ നേരിട്ടെത്തി ജനങ്ങളുടെ ആശങ്ക അധികാരികളെ ബോധ്യപ്പെടുത്തി. പുലിയെ പിടികൂടാനുള്ള കൂട് ഉടൻ സ്ഥാപിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ചർച്ചയെ തുടർന്ന് കൂട് സ്ഥാപിക്കുന്നതിനുള്ള കമ്മിറ്റിക്ക് അനുമതിക്കായി പാലക്കാട് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതി ലഭ്യമാക്കാൻ കത്തയച്ചു. വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ച ഉടൻ കൂട് സ്ഥാപിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. അപ്രൂവൽ മീൻസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഫാസിമ വെച്ചിട്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പെർമിഷൻ നമുക്ക് തരുവാണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ നമുക്ക് അയിലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എസ്.എം. ഷാജഹാൻ, ആർ. കനകലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ്. വിനോദ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സുരേഷ്, ജിൻസി ബാബു, ഷാനിഫ അഫ്സൽ, പൊതുപ്രവർത്തകരായ പ്രദീപ് നെന്മാറ, എ. മോഹനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഡിഎഫ്ഒ ഓഫീസിൽ ചർച്ച നടത്തിയത്. ഇത് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വകുപ്പ് ഇതിൽ ഇടപെടണം. ഇതിന് പൂർണ്ണമായിട്ടും അതവിടെ ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു പുലിയല്ല എന്ന് ബോധ്യപ്പെട്ടു. ഇന്നലെ 2 പുലിയെ ഒരു സമയത്ത് തന്നെ കാണുമ്പോൾ അവിടെ ഒരു പുലിയല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പുലികൾ ഒരുപാട് ആ സ്ഥലത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുലികളെ മുഴുവൻ അവിടെ നിന്ന് പിടിച്ച് ഏറ്റവും സേഫായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. ഞങ്ങളിപ്പോൾ ഒരു ആവശ്യം കൂടെ പറയുകയാണ്, ഈ കാട്ടിൽ നിന്ന് പുലികളെ പിടിച്ചാൽ വീണ്ടും കാട്ടിലേക്ക് തുറന്നു വിടുന്ന നടപടി അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അതിനെ സംരക്ഷിക്കാനുള്ള മറ്റ് വഴികൾ ആലോചിച്ചോളും. സർക്കാരിൻ്റെ വലിയ പൈസ ചെലവഴിച്ചുകൊണ്ട് ഈ കൂട് സ്ഥാപിക്കുകയും ഇതിനെ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് അടുത്ത കാട്ടിൽ കൊണ്ട് വിടുന്നത് വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും ഗുണകരമല്ലാത്തൊരു സമീപനമാണ്. സർക്കാർ തലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള നിയമവ്യവസ്ഥകളൊക്കെ മാറ്റി അതിനെ പൂർണ്ണമായിട്ടും ഷെൽട്ടർ ചെയ്ത് സംരക്ഷിക്കാൻ കസ്റ്റോഡിയൻ എന്ന നിലയിൽ വന്യജീവി വകുപ്പിന് കഴിയണം. യുഡിവി ന്യൂസ്, പാലക്കാട്.